ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളായിട്ടോ. സേരയൊക്കെ ഇവിടെ വന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആക്ച്വലി ലണ്ടനിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് പല്ല് തേപ്പാണ്. സേരയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല പല്ല് തേക്കാനായിട്ട്. ഞാൻ പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളെ കൊണ്ടിങ്ങനെ പല്ല് തേപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവൾ വാശി കാണിക്കും, പിന്നെ ഞാൻ ഓരോന്ന് കാണിക്കും കേട്ടോ. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ അവസാനം എങ്ങനെയൊക്കെയോ പല്ലൊക്കെ തേപ്പിച്ചെടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ റെഡി ആവാൻ പോവാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം ലേറ്റായി. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് ട്രെയിനിനാണ് പോകുന്നത്. സോ ആസ് യൂഷ്വൽ നിങ്ങളതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു സ്ഥലം. നമ്മുടെ ലൂട്ടൺ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കാര്യമൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഞാനും ഈ വീഡിയോ കണ്ടിട്ട് അങ്ങ് പറഞ്ഞു പോവാണ്. അപ്പോൾ സേറ ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് വരുന്നേ ഇല്ല കേട്ടോ. അവൾക്കത് കണ്ടുകൊണ്ടേ നിൽക്കണം. പിന്നെ നമുക്ക് സമയമില്ലാത്ത കാരണം നമ്മൾ പിന്നെ വേഗം അങ്ങോട്ട് പോയി. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു പണി കിട്ടി ഗൈസ്. നമുക്ക് ലിഫ്റ്റ് ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് ഈ സ്ട്രോളർ എടുത്ത് കയറ്റി പൊക്കിയെടുക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് അമ്മ അവളെ കയ്യിലെടുത്ത് ഞങ്ങൾ രണ്ടും കൂടി സ്ട്രോളർ പൊക്കി. അങ്ങനെയൊക്കെ എങ്ങനെയോ നമ്മൾ സ്റ്റേഷൻ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു രക്ഷയില്ല. സേറേനെ അഴിച്ച് വിട്ട പോലെ ദേ പോകുന്നു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഓടി കളിക്കുകയായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. തണുപ്പുണ്ടെങ്കിലും നല്ല വെയിലുണ്ട്. അമ്മയും സെബേട്ടനും സേറയൊക്കെ ആയിട്ട് ലണ്ടൻ വരെ പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു 10 മിനിറ്റ്സും കൂടെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ട്രെയിൻ വരും. എന്നിട്ട് ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. A few moments later. അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഒരു വിധത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിപ്പെട്ടു എന്ന് പറയാം. കാരണം കയറിയ സമയം തൊട്ടുള്ള കരച്ചിലായിരുന്നു. സേറയ്ക്ക് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോഴാണെങ്കിൽ ഭയങ്കര തണുപ്പും. ഞാൻ പെട്ടെന്ന് തന്നെ ഗ്ലൗസൊക്കെ എടുത്തിട്ടു കേട്ടോ. കാരണം ഞാനും അമ്മയ്ക്ക് മരവിച്ച അവസ്ഥയെ. കാരണം അമ്മാതിരി തണുപ്പായിരുന്നു അവിടെ. പിന്നെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിലത്തൊക്കെ നിന്നിട്ട്, എന്നാലും ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെന്താ, ഇത് വല്ലാത്തൊരു ലണ്ടൻ യാത്രയായി പോയിട്ടോ. കാരണം യൂഷ്വലി ഞാനും സെബേടിനും ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതില്ല. നമ്മൾ വന്ന് അങ്ങനെ എൻജോയ് ചെയ്ത് പോകാറാണ് പതിവെങ്കിൽ. ഇപ്രാവശ്യം അമ്മയും സേറയും ഉണ്ടായപ്പം സേറ ഭയങ്കര അലമ്പായിരുന്നു. അവൾക്ക് ഗ്ലൗസിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇട്ട് കൊടുത്തിട്ടും അവളതങ്ങ് വലിച്ചെറിയാണ് കേട്ടോ. ക്യാപ്പ് ഉണ്ടായിരുന്നു, ഗ്ലൗസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവളതൊന്നും വെക്കുന്നില്ല. അവൾക്കിങ്ങനെ ഓടിക്കളിക്കണം കേട്ടോ. നമ്മളവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു ഓട്ടം തന്നെയായിരുന്നു. അവൾക്ക് കാക്കേനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കാക്കയാണ് അതെന്ന് വെച്ചിട്ടാണ് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ കാക്ക കാക്ക എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഓടുകയാണ് കേട്ടോ അവൾ ചെയ്യുന്നത്. പിന്നെ അവളെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് മാനേജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മയുണ്ട്. അമ്മ ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അമ്മയ്ക്കും കൂടുതലായിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം സേറയുടെ ഈ ഒരു വാശി കാരണമൊക്കെ അമ്മയ്ക്ക് അങ്ങനെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് കല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സേറ തന്നെ കുറച്ച് കല്ലൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. എന്തായാലും സേറ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ ഫുൾ ഓട്ടവും ചാട്ടമൊക്കെ ആയിട്ട് അവൾ എന്തായാലും ഹാപ്പിയാണ്. പിന്നെ അമ്മ താഴെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ മേലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഓരോന്നൊക്കെ നോക്കിയിട്ട്. അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു ഗൈസ്. അങ്ങനെ അമ്മ താഴെ ഇറങ്ങിയില്ല. പിന്നെ സേറയാണെങ്കിൽ വിളിച്ചിട്ട് മേലോട്ട് കയറുന്നില്ല കേട്ടോ. അവൾക്ക് അവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാശി കാണിച്ച് നിൽക്കുകയാണ്. കൂടുതൽ സമയം സേരൻ നമുക്ക് എടുത്ത് നടക്കേണ്ട അവസ്ഥ വന്നു. സ്ട്രോളർ ഉണ്ടെങ്കിൽ പോലും സ്ട്രോളറിൽ ഇരിക്കുന്നില്ലായിരുന്നു അവൾ. ഫുൾ ടൈം നമ്മൾ എല്ലാവരും മാറി മാറി എടുത്ത്. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഭയങ്കര തിരക്കും. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അതേപോലെ തന്നെ ഭയങ്കര തണുപ്പുമുണ്ട്. നമുക്ക് നോക്കാം.
ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഈ ഒരു പള്ളിയിലേക്കാണ് കേട്ടോ. ഇത് സെൻറ്റ് പോൾസ് കത്തീഡ്രലാണ്. നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയൊരു പള്ളിയാണ് കേട്ടോ ഇത്. നമ്മളപ്പോൾ പള്ളിയിൽ കയറാൻ പോവാണ്. ഇത് സെൻറ്റ് പോൾസ് കത്തീഡ്രലാണ് കേട്ടോ, നമ്മുടെ ലണ്ടനിലുള്ള. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. നമ്മളിവിടെയാണ് ആദ്യമായിട്ട് കയറുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ പള്ളി. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു പള്ളീൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്കത് പറ്റിയില്ല കേട്ടോ. പിന്നെ സെബേട്ടൻ പോയി ചോദിക്കുന്നത് നമുക്ക് സേറ ഉള്ളതുകൊണ്ട് അവളുടെ സ്ട്രോളറും കൂടെ ഉള്ളിലോട്ട് കയറ്റണമല്ലോ. അപ്പോൾ അതിന് ഈ എൻട്രൻസ് വഴി കയറാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. നമുക്കപ്പം ബാക്കിൽ വേറൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ആ ഡോറ് വഴി നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതായത് ഈ വീൽ ചെയർ, കുട്ടികളുടെ സ്ട്രോളറൊക്കെ അതുവഴിയാണ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഈ ഒരു പള്ളി കറങ്ങി ഏറ്റവും ബാക്ക് സൈഡിലാണ് ആ ഒരു ഡോറ് വരുന്നത്. എൻട്രൻസ് ഇതല്ല, ഇതിപ്പോൾ സ്ട്രോളർ കയറ്റാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ്. എന്താ അല്ലേ? അപ്പോൾ ഗൈസ് നമുക്ക് പള്ളിയിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല കേട്ടോ. കാരണം സ്ട്രോളറൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ടാണോ എന്താ സംഭവം എന്നറിയില്ല, ഒരാൾക്ക് 50 പൗണ്ട് എങ്ങാണ്ട് അങ്ങനെ എന്തോ വെച്ചിട്ട് പറഞ്ഞു കേട്ടോ ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ നിന്നില്ല. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തിരുന്നു. അപ്പോഴേക്കും സേറയ്ക്ക് ഭയങ്കര വിശപ്പായി, കരയാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും അമ്മയും എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ്. പള്ളീൻ്റെ പുറത്ത് തന്നെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് തണുപ്പ് കുറവുണ്ട്. നമ്മൾ ലണ്ടനിൽ വന്ന ഇപ്പം ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചിങ്ങനെ നടന്ന് നിൽക്കുമ്പം കുറച്ച് ഓക്കെ ആവുന്നുണ്ട്. സേറ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അവളെ എടുത്തുകൊണ്ട് നടക്കാണ്ട് സ്ട്രോളർ ഉരുട്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്കിനി വഴിയെ കാണാം ഓരോന്ന്. ലണ്ടനിൽ വന്നു കഴിഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജ് കാണാണ്ട് എങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അമ്മ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോവാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടിയൊക്കെയാണ് കേട്ടോ നമ്മൾ വന്നത്. പക്ഷേ എല്ലാ എക്സൈറ്റ്മെൻറ്റും സേറേനെ എടുത്ത് നടക്കുന്നതോടുകൂടി നമുക്ക് തീർന്നു. കാരണം ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് മുതലേ തന്നെ അവൾ നല്ല വാശിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആർക്കും അങ്ങനെ എൻജോയ് ചെയ്തിട്ട് എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യാനോ കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെയോ നമ്മൾ അവളെ പറഞ്ഞ് ഓരോന്ന് സോപ്പിട്ട് കുറച്ച് സമയമൊക്കെ ഫോൺ കൊടുത്തു. എന്നിട്ട് അവളെ നമ്മൾ വീണ്ടും സ്ട്രോളറിലേക്ക് ഇരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചാടി എണീക്കും. അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജ് ആദ്യമായിട്ടാണ് അമ്മ കാണുന്നത്. അപ്പോൾ ലണ്ടനിൽ വരാമെന്നോ അല്ലെങ്കിൽ ഇത് കാണാനൊക്കെ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ലല്ലോ. എനിവേ നമ്മൾ പിന്നെ ഇത് ഓൾറെഡി കണ്ടതുകൊണ്ട് ഫസ്റ്റ് കണ്ടപ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ കാണുന്നൊരു ബോട്ടുണ്ടല്ലോ, അത് വലിയൊരു ബോട്ടാണ്. അത് പണ്ടത്തെ ഈ യുദ്ധങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു കപ്പലാണെന്നൊക്കെയാണ് സെബിയേട്ടൻ പറഞ്ഞത്. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ സൈഡ് പോകുമ്പം കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ കുറേ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തണുപ്പ് അത്യാവശ്യം കുറവുണ്ടായിരുന്നു. സോ പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിലൊക്കെ ആകുമ്പം ആൾക്കാരൊക്കെ നല്ല തണുപ്പ്, അതായത് ഭയങ്കര തിരക്കായിരിക്കും ഒക്കെ ഇവിടെയൊക്കെ. ടൈം ഏകദേശം ഒരു 1:30 ഒക്കെ ആയ സമയത്ത് നമുക്ക് മെല്ലെ വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ സ്ഥിരം ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാറുള്ള KFCൻ്റെ ഷോപ്പിലേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫ്രൈസ്, ഡിപ്പ്, പിന്നെ ചിക്കൻ 6 പീസ് എങ്ങാണ്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു ചിക്കനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കതിൻ്റെ പേര് ഓർമ്മയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ നെക്സ്റ്റ് നമ്മൾ ഇതൊരു കോട്ടയാണ്, എന്താണ് പേര് എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ അതുവഴിയൊക്കെ നമ്മൾ നടന്നു പോകാൻ കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജിലോട്ട് പോകാൻ കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.
സേറ ഭയങ്കര വാശിയാണ്. ഒരു വിധത്തിലാണ് ഇപ്പം ട്രോളറിൽ കയറ്റിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അമ്മ എന്തെങ്കിലും പറയാം. Evet sağımızdaydı demin solumuzda değil. Demek ki oradan yetişti. Ama o zaman Christmas marketler vardı. അപ്പോൾ ഇപ്പം നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിനകത്താണ് ഉള്ളത്. ലണ്ടൻ ബ്രിഡ്ജിന് മേലെയാണ് കഴിച്ചുള്ളത്. ഭയങ്കര തിരക്കാണ്. വേറെ ഇപ്പോൾ ഓൾറെഡി ഉറങ്ങി. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. തിരക്കായതുകൊണ്ട് കുറച്ചൊരു ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല തണുപ്പും. ഈ സമയമായപ്പോഴേക്കും നല്ല തണുപ്പ് വന്നു തുടങ്ങി. അപ്പോഴേക്കും പിന്നെ നമുക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എനിക്ക് നാക്കൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന പോലെയൊക്കെ ആവുകയാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആ ചെറിയ കുട്ടീനെ കണ്ടിട്ടാട്ടോ. എനിക്ക് ആ ഒരു കൊറിയൻ ഫിലിമിലൊക്കെ കാണുന്ന ചെറിയ കുട്ടികളുണ്ടാവില്ല, എനിക്ക് അതിനെപ്പോലൊക്കെ തോന്നി. അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ സേര അവൾ ഉറക്കമൊക്കെ എണീറ്റ് കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഫുള്ള് കളിയാണ്. ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓടലും ചാടലും ഒക്കെയാണ്. അങ്ങനെ അച്ഛനും മോളും കൂടിയിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സേരയുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി ആ സൈഡിൽ കുറേ നേരം വെറുതെ ഇരുന്നു. കാരണം കുറേ നടന്നതാണല്ലോ. അപ്പം ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ കയറി ഇരുന്നു. അപ്പം ഞങ്ങൾ 1-2 സ്ഥലത്തും കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചു. ഇവളെ എടുത്ത് നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ തിരിച്ച് പോകാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ആ ഒരു സൈഡിലിരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സേറേനെ നമ്മൾ അവിടെ കൊണ്ട് ഇരുത്തി. എന്നിട്ട് അവളുടെയും കുറച്ച് നല്ല പിക്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ ഒരു ഷിപ്പിൻ്റെ കാര്യം, അത് ഇതാണ് കേട്ടോ. യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അവർക്ക് പറഞ്ഞത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിലും ഇതുപോലെ ടിക്കറ്റ് കൊടുത്തിട്ട് കയറാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ അതിനൊന്നും നിന്നില്ല. ജസ്റ്റ് പുറമേ നിന്ന് ഇങ്ങനെ കണ്ടു പോയേ ഉള്ളൂ. പിന്നെ അമ്മ ഇത് അമ്മയാണ് കേട്ടോ. അമ്മ അവിടെ നിന്ന് എത്തി നോക്കുകയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അതിന് ശേഷം പിന്നെ അമ്മ ക്യാപ്പൊക്കെ വെച്ചു. കാരണം തണുപ്പ് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു. സമയം എത്രയാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ, ഇതിപ്പോഴാണ് എടുത്തതെന്നുള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അപ്പോഴേക്കും ഇരുടായിട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3 മണി 4 മണി ആ ഒരു ടൈം ആയിരുന്നു. അപ്പോഴേക്കും മെല്ലെ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം സമ്മർ ടൈം ആയതുകൊണ്ട് വിൻ്റർ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് ലൈറ്റൊക്കെ പോവുമല്ലോ. അതിനുശേഷം നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു സ്പോട്ട് കണ്ടു. ഇത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഒരു അപ്പോഴന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സേറേനെ പിന്നെ മെല്ലെ സ്ട്രോളറിൽ കുറച്ച് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അതിൻ്റെ തിരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത് കേട്ടോ. രാത്രിയും കൂടെ ആയതുകൊണ്ട് നല്ല നമ്മൾ പേടിക്കും. ഞാൻ പെട്ടെന്ന് മേലെ നോക്കിയപ്പം ഒരു സ്കെൽട്ടൺ അങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയില്ല കേട്ടോ, ഒരു 4 മണി ആ ഒരു ടൈമാണ്. അപ്പോഴേക്കും ഇരുട്, ഞാൻ പറഞ്ഞ പോലെ വിൻ്റർ ആയതുകൊണ്ട് നല്ല ഇരുടായിട്ടുണ്ട്. നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. സമയം ഒരു 4:35 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് പോവാണ്. തന്നെ മടുത്തു. സോ നമ്മൾ നടക്കാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക്. പിന്നെ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാരണം പകലുള്ള പോലെയല്ലോ, നൈറ്റിലെ ആ ഒരു കാഴ്ച ഭയങ്കര നല്ലൊരു അടിപൊളി ഫീൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറേ ദൂരം നടന്നു, പക്ഷേ എത്തുന്നില്ല കേട്ടോ. നമുക്ക് ആ ഒരു ക്ഷീണം കൊണ്ടായിരിക്കും തീരെ നമ്മൾ എത്ര നടന്നിട്ടും എത്താത്ത പോലെയൊക്കെ തോന്നിപ്പോയി. പിന്നെ നമ്മൾ ഒരു സൈഡ് എത്തിയപ്പോഴേക്കും നമ്മൾ വഴി തെറ്റിപ്പോയി കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും കറങ്ങി അങ്ങനെ എങ്ങനെയല്ലോ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചധികം ദൂരം നടന്ന പോലെ ആയിപ്പോയി. അപ്പോൾ ഈ സമയമൊക്കെ സേറ സ്ട്രോളറിൽ ഇരിക്കുന്നില്ല കേട്ടോ. സ്ട്രോളർ ഞാൻ വെറുതെ ഉന്തിക്കൊണ്ട് നടക്കുകയാണ്, അവളെ സെവിയായിട്ട് എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ എത്തി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നു. ആ സമയമായപ്പോഴേക്കും സേറ നല്ലോണം ഉറങ്ങി. പിന്നെ വീടെത്തുന്ന വരെ അവൾ ഉറക്കം തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ട്രെയിനിൽ കയറിയിട്ട് അവളെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
അങ്ങനെ നമ്മളിതാ ട്രെയിനിൽ കയറി സീറ്റിലൊക്കെ കയറിയിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തി ഗൈസ്. പിന്നെ എല്ലാവരും പോയി ഫ്രഷായി. പിന്നെ സേറയ്ക്ക് ഫുഡ് കൊടുത്തു, ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ ഇതാ ഉറങ്ങാനുള്ളൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലണ്ടൻ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.